മൗലാന അബുൽ കലാം ആസാദ് എന്ന പാഠത്തിലുള്ള എക്സസൈസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ചോദ്യോത്തരത്തിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം, മൗലാന അബുൽ കലാം ആസാദ് കാ അസൽ നാം ക്യാ താ? ബഹുമാനപ്പെട്ട അബുൽ കലാം ആസാദ് എന്നവരുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? രണ്ടാമത്തെ, മൗലാന ആസാദ് കി പർവരിസ്, ബഹുമാനപ്പെട്ടവരുടെ വളർച്ച കൈസെ ഖാൻദാൻ മേ തേ, ഹുയി, എങ്ങനെയുള്ള കുടുംബത്തിലായിരുന്നു? മൗലാന ആസാദ് കോ ബച്പൻ സെ കിസ് ബാത്ത് കാ ഷൗക്ക് താ? മൗലാന ആസാദ് എന്നവർക്ക് കുട്ടിക്കാലത്ത് എന്ത് കാര്യത്തിനായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്? മൗലാന ക തഹല്ലുസ്, ബഹുമാനപ്പെട്ടവരുടെ തൂലികാ നാമമായിട്ടുള്ള ആസാദ് എന്നുള്ളത് കിസ്നെ രക്ക, ആരാണ് ആ തൂലികാ നാമം അദ്ദേഹത്തിന് നൽകിയത്? മൗലാനെ കോൻ സെ അഖ്ബാർ ജാരി കിയെ, ബഹുമാനപ്പെട്ടവർ ഏതൊക്കെ പത്രങ്ങളാണ് എഡിറ്ററായിട്ട് നടത്തിയത്? ഹിന്ദുസ്ഥാൻ കോ ആസാദ് കറാനെ കെ ലിയെ മൗലാന ആസാദിനെ ക്യാ ഖിദ്മത്ത് അഞ്ചാം ദേ, ഇന്ത്യ സ്വതന്ത്രമാവാൻ വേണ്ടി എന്തൊക്കെ സേവനങ്ങൾ അദ്ദേഹം ചെയ്തത്? മൗലാന ആസാദിനെ കിസ് നസറിയക്ക് മുഖാലഫത്ത് കി, ഏതൊരു കാഴ്ചപ്പാടിനോടായിരുന്നു ബഹുമാനപ്പെട്ട ആസാദ് എന്നവർ എതിർപ്പ് പ്രകടിപ്പിച്ചത്? ഗാന്ധിജി അവർ നെഹ്റുജി ഈ നസറോ മേ മൗലാന ക്യാ മക്കാം താ? ഗാന്ധിജിയോടും അതുപോലെ തന്നെ നെഹ്റുജിയോടൊക്കെ അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് എന്ത് സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്? അതേമാതിരി തന്നെ മൗലാന ആസാദ് സെ അംഗ്രേസി ഹുക്കുംറാൻ ക്യൂ ഡർത്തെ തേ, ബഹുമാനപ്പെട്ട ആസാദ് എന്നവരെ എന്തുകൊണ്ടായിരുന്നു ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരികളെ പേടിച്ചിരുന്നത്? ആസാദി കെ ബാദ് മൗലാന കോ കോൻസ അഹദ ദിയാ ഗയാ, പിന്നെ സ്വാതന്ത്ര്യാനന്തര ശേഷം അദ്ദേഹത്തിന് എന്ത് പദവിയാണ് ലഭിച്ചത്? അടുത്തത്, മൗലാന ആസാദിനെ കോൻ സെ ഇദാറെ കായം കിയെ, എന്തൊക്കെ വകുപ്പുകളാണ് അദ്ദേഹം നിലനിർത്തിയത്? അവിടെ പറഞ്ഞല്ലോ. 12ാമത്തത്, മൗലാന ആസാദ് കി ദോ മഷൂർ കിതാബോं के नाम लिखिए, ബഹുമാനപ്പെട്ടവരുടെ 2 അറിയപ്പെട്ട കിതാബുകളുടെ പേര് ഇതാ. മൗലാന ആസാദ് ക ഇന്തിക്കാൽ കബ് ഹുവ, ബഹുമാനപ്പെട്ടവരുടെ വിയോഗം എപ്പോൾ ഉണ്ടായി? അടുത്ത, ഹാലി ജഗാക്കോ സോയി ലഫ്സോൻ സെ ഭരെ, അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ കിതാബിൽ നോക്കി പൂരിപ്പിച്ചാൽ മതി. അടുത്തത്, സോയി ജുംലെ പർ ഓർ എന്താണ് औलत पर निशान लगाए, അപ്പോൾ സൊഹി ജുംലെ पर സൊഹി का निशान, അതേമാതിരി औलत जुमले पर औलत का निशान लगाए, ചിഹ്നിടാൻ. ഓക്കെ. മൗലാന ഒക്കെ വാലിദ് അപ്നെ ജമാനെ കെ ആലിമ ദീൻ और മഷൂർ വായിസ് थे, ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ കാലഘട്ടത്തിലെ പണ്ഡിതനും അതുപോലെ തന്നെ അറിയപ്പെട്ട വായിസുമായിരുന്നു. രണ്ടാമത്തത്, മൗലാന ആസാദ് കോ മുതാലയ ക ഷൗക്ക് ബിൽക്കുൽ നഹീ താ, അദ്ദേഹത്തിന് വായിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ശരിയാണോ തെറ്റാണോ? ഇതാ. मौलाना का वालिद को यह बात बिल्कुल पसंद नहीं थी कि वो कोस की किताबों के अलावा उधर की किताबें पढ़े, ബഹുമാനപ്പെട്ടവരുടെ ഉപ്പാക്ക് ഈ കാര്യം തീരെ ഇഷ്ടമല്ലായിരുന്നു. അതായത് എന്താണ്, സിലബസിലെ കോഴ്സിലെ കിതാബുകൾക്ക് പകരം മറ്റുള്ള ഇവിടെയുള്ള കിതാബുകൾ വായിക്കുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. वो 40 साल की उम्र में अखबार हिलाल के एडिटर ബനെ, അദ്ദേഹം 40ാം വയസ്സിലായിരുന്നു ഹിലാൽ പത്രത്തിൻ്റെ എഡിറ്ററായത്. അതേമാതിരി തന്നെ മൗലാനെ ദോ ഖൗമി നസറിയാക്കി പർ സോർ മുഖാലഫത്ത് കി, 2 ജനത അല്ലെങ്കിൽ വിഭജനത്തിൻ്റെ ആ ഒരു ദോ ഖൗമി നസറിയ വിഭജനത്തിനെ പറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. ദോ ഖൗമിനെ 2 ഖൗമീൻസ്, നമുക്ക് ഇതിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ അതിനെ വളരെയധികം എതിർത്തിരുന്നു. അടുത്ത 6ാമത്തത്, ഗാന്ധിജി അവർ നെഹ്റുജി ഉസെ ഉൻകെ താലുക്കാത്ത് അച്ഛേ നഹീ തേ, അദ്ദേഹത്തിനോടുള്ള ബന്ധം നല്ലതായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്ത 7ാമത്തെ, തസ്കിറ കൗലെ ഫൈസൽ മക്കാലത്ത് ആസാദ് ദർജമാൽ ഖുർആൻ റുബാര ഖാത്തിർ, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ കിതാബുകൾ അല്ല. അടുത്ത, ബുലന്ത് ആവാസെ പഠിയെ, ഉറക്ക വായിച്ചോളൂ. വായിസ്, തഖല്ലുസ്, അൽ ഹിലാൽ, ലിസാനു സിദ്ഖ്, അൽ ബലാഗ്, മുത്തഹിദ, കൗമിയത്ത്, നസർബന്ദ്, എഡിറ്റർ. അടുത്തത്, താഴെയുള്ള ലഫ്സുകളുടെ സിദ്ധ ചെയ്താൻ പസദിൻ്റെ നിഫ്രത്ത്, ഖറാബിൻ്റെത് മാമുർ ഹോന, അതുമാതിരി തന്നെ സിന്ദഗി എന്നുള്ളതിന് മർന, ആഗാസ്, ഇന്തിഹ, ആസാദി, ഉലാമി, നിഫ്രത്ത്, പിന്നെ മഹബത്ത്, ഇസ്സത്ത്, സില്ലത്ത്, ബഹാദിർ, ഡർപൂക്ക്. ഓക്കെ. ഇനി അടുത്തത്, വാഹിദ് സെ ജം അവർ ജം സെ വാഹിദ് ബനായെ, വാഹിദ് ജമ്മ, ഖാൻദാൻ, ഖാൻദാനേൻ, പിന്നെ ഖുത്ബ, അതുമാതിരി തന്നെ ഖ്വാബ്, ഖ്വാബേൻ, മസാമീൻ, മസ്മൂൻ, നസറിയ, നസറിയാത്ത്, സുബാൻ, ജബാനെ,
തക്രീറേൻ തക്രീർ, ഹുക്കുംറാനോ ഹുക്കുംറാൻ, മക്കാല മക്കാലാത്ത്, മക്കാത്തീബ് മക്തബ്. പിന്നെ വക്ത് ഔക്കാത്ത്, മോംബത്തിയ മോംബത്തി, അംഗ്രീസ് അംഗ്രീസേ. അടുത്ത മുദക്കർ മുഅന്നസ് അലഗ് കീസിയ, മുദക്കർ മുഅന്നസ് വേർതിരിച്ച് എഴുതാൻ നാമ് മുത്താല അത് നിങ്ങൾ ഒരു എന്താണ് ഈ ഒരു ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഡിക്ഷണറി ഇതാ ഇവിടെ ഓഫ്ലൈൻ ഉറുദു ഈ ഒരു ഡിക്ഷണറി ഉണ്ട്. അപ്പോൾ ഈ ഡിക്ഷണറി ഓഫ്ലൈൻ ഉറുദു ലോകത്ത് നിന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തുക. അല്ലെങ്കിൽ ഈ ഒരു ഡിക്ഷണറി ഉറുദു ഡിക്ഷണറി ഫിറോസുൽ ലുഗാത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഡിക്ഷണറി ഇതൊക്കെ അങ്ങ് ഡൗൺലോഡ് ചെയ്ത്, അല്ലെങ്കിൽ ഉറുദു ഡിക്ഷണറി ഇങ്ങനെയുള്ള ഡിക്ഷണറികളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നോക്കി കണ്ടെത്തിയിട്ട് ഉറുദു മലയാളമൊക്കെ എഴുതുക. അടുത്തത് കിതാബ് മാറിപ്പോയി. नीचे दिए लिखे हुए लफ्ज़ों को अपने जुमलों में इस्तेमाल कीजिए. താഴെയുള്ള ലഫ്സുകളെ ജുംല പ്രയോഗിക്കാനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ അത് നല്ല ജുംലകളാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എഴുതാനുള്ള ചോദ്യോത്തരവും ഇതുമാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. അതുപോലെ തന്നെ ജമ്മുൻ്റെയും ഇതും നിങ്ങൾ എഴുതി വെക്കണം. അതൊക്കെ നോട്ട് ബുക്കിൽ വൃത്തിയായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇതാണ് പ്രത്യേകം റിസ്ക് എടുത്ത് എഴുതാനുള്ളത്. അടുത്ത ഓർ കീജിയ ഓർ ലിഖിയ, ചിന്തിക്കാൻ എഴുതാൻ. അതായത് മൊഹിദ്ദീൻ മക്ക കിതാബ് മോംബത്തി, മൗലവി അബ്ദുൽ വാഹിദ് ജാമിയ മസ്ജിദ് ദഹ്ലി, മഹാത്മാഗാന്ധി, पंडित जवाहरलाल नेहरू साहित्य अकादमी. ഇതൊക്കെ എന്താണ്? ये सब अल्फाज लोगों जगहों और चीज़ों के लिए इस्तेमाल हुए ऐसे अल्फाज इस्म कहलाते हैं. ഇതൊക്കെ ഓരോ ആൾക്കാർക്ക് അതേമാതിരി തന്നെ സ്ഥലങ്ങൾക്ക് വസ്തുക്കൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇസ്മുകളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വ്യത്യസ്ത തരത്തിലുള്ള 5 ഇസ്മുകൾ എഴുതുക. ഓക്കെ. അപ്പോൾ ജനങ്ങളുടെ 5 എഴുതുക, സ്ഥലങ്ങളുടെ 5 എഴുതുക, വസ്തുക്കളുടെ 5 എഴുതുക. അങ്ങനെ ടോട്ടൽ 15 ഇസ്മുകൾ എഴുതുക. അടുത്ത് യാദ് രഖിയെ. അപ്പോൾ 5 എന്നാവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ 5 ടോട്ടൽ 5 ആണെങ്കിൽ ടോട്ടൽ 5 എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ 5 എന്നാണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഓരോന്നിനും 5 ചെയ്താൽ. ഓക്കെ. ഇനി അടുത്ത് ഓർമ്മയിലുണ്ടാകണം എന്ത്? മൗലാന അബുൽ കലാം ആസാദ് ഹിന്ദുസ്ഥാൻ കെ ലിയെ പഹലെ വസീറ താലിം. മൗലാന അബുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. പിന്നെ വോ ബഡി അച്ചി അവർ ജോർദാർ തക്രീർ കർത്തേ തേ. അദ്ദേഹം വളരെ നല്ല ശക്തിയുള്ള പ്രസംഗങ്ങൾ ചെയ്തിരുന്നു. പിന്നെ മൗലാന അബുൽ കലാം ആസാദ് ക മസാർ, അവരുടെ ഖബറിടം മീന ബസാർ ജാമ്യ മസ്ജിദ് ഡൽഹി മേ ഹേ. അവിടെയാണ്, മീന ബസാറിലാണ് ജാമ്യ മസ്ജിദിൻ്റെ അടുത്ത് ഡൽഹിയിലുള്ള. ഇനി അടുത്ത് നിങ്ങളുടെ വർക്ക് ഹോംവർക്ക് എന്താണ്? അമലിക്കാമ് हिंदुस्तान की आज़ादी की जिद्दोजहद में जिन रहनुमाओं ने अहम रोल अदा किया उनकी तस्वीर इकट्ठा कीजिए और उन पर 5 जुमले लिखिए. നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഏതൊക്കെ വഴികാട്ടികൾ, ഹനുമാൻ വഴികാട്ടികൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടോ അവരുടെ ഫോട്ടോകൾ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേൽ 5 ജുംലകൾ എഴുതുക. അവരിങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളത്. ഓക്കെ. പിന്നെ അടുത്ത പണി മൗലാന അബുൽ കലാം ആസാദ് കി കിതാബ് ഒബാറെ ഖാത്തിർ, അതുമാതിരി തന്നെ ചിഡിയ അവർ ചിഡ്ഡെ, അതുമാതിരി തന്നെ അടുത്ത കഹാനി ഒബാറെ ഖാത്തിറിലുള്ള ചിഡിയ അവർ ചിഡ്ഡെ എന്നുള്ള കഥ നിങ്ങൾ സ്കൂളിലുള്ള ലൈബ്രറിയിൽ പോയിട്ട് വായിക്കുക. അപ്പോൾ നമ്മൾ ലൈബ്രറി അല്ലെങ്കിൽ PDF സെർച്ച് ചെയ്തിട്ട് വായിച്ച് നോക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട പണികളാണ്. അടുത്ത ഓർ കർണയ്ക്ക് ബാത്ത്, ചിന്തിക്കാനുള്ള കാര്യമാണ്. മൗലാന അബുൽ കലാം ആസാദ് ഹിന്ദുസ്ഥാൻ കെ അസീം ലോഗോ മേ സേ ഹേ. ബഹുമാനപ്പെട്ടവർ ഇന്ത്യയിലുള്ള വളരെയധികം മഹാന്മാരിൽപ്പെട്ട ഒരാളാണ്. ഓ ഏക്ക് സച്ച മുഹിബെ വത്തൻ ഹേ തേ. അദ്ദേഹം നല്ല സത്യസന്ധനായിട്ടുള്ള രാജ്യസ്നേഹിയായിരുന്നു. ഉനോനെ അഹ്ലെ വത്തൻ കി ബഹ്തരീൻ രഹനുമായി കി. അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി ഏറ്റവും നല്ല വഴികാട്ടിയായി. പിന്നെ വജബ് വത്തൻ മേ ആസാദി കി തഹരീക്ക് ചൽ രഹി തീ ഉസി വക്ത് ദോ ഖൗമി നസരിയ പൈദാ ഹുവ. എപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുവോ ആ സമയത്ത് തന്നെ ദോ ഖൗമി എന്നുള്ള, അതായത് 2 വിഭാഗങ്ങൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ വന്നു. ഉസ്ക മത്ലബ് അതിൻ്റെ ഉദ്ദേശം എന്താ? 2 മതങ്ങൾ അല്ലെങ്കിൽ 2
സമുദായങ്ങൾ എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാട് എന്താ വെച്ചാൽ ഹിന്ദു അവർ മുസൽമാൻ ദോ അലഗ് അലഗ് കോമേ ഹേ, ഹിന്ദുവും മുസ്ലിങ്ങളും വേറെ വേറെ കോമുകളാണ് എന്നുള്ളതിൻ്റെ അർത്ഥം. ഈ സ്വജാസ ഈ കാരണത്താൽ ഏക് സാത്ത് നെയ് രസക്തെ, ഇതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റ എക്സാത്താണ് ഒരുപോലെ ഒന്നിച്ച് നെഹി രസക്തെ ജീവിക്കാൻ സാധിക്കൂല. ലിഹാസ ഇക്കാരണത്താൽ ദോനോ കേലിയ അലഗ് അലഗ് മുൽക്ക് ഹോനാ ചാഹിയെ, മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രവും ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രവും അങ്ങനെ ഉണ്ടാവൽ ആവശ്യമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ദോകോമി നസരിയ എന്നുള്ളത്. മൗലാന ബഹുമാനപ്പെട്ടവർ ഉസ് നസരിയ കി ശദീദ് മുഖാലഫത്ത് ഈ ഒരു കാഴ്ചപ്പാടിനെ ശക്തമായി എതിർത്തു. ക്യോങ്കി എന്തെന്നാൽ ഇസ് ഫിർക്ക പരസ്തി പൈദാ ഹോ രഹി തി, ഈ ഒരു ഇതുകൊണ്ട് തന്നെ വംശീയവാദം, ഫിർക്ക പരസ്തി രണ്ടും വിഭജനത്തിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു സംഗതി വംശീയവാദം അത് ഉണ്ടാകുന്നു. മൗലാന ആസാദിനെ അന്താസ ലഗാലിയ, അദ്ദേഹം ഊഹിച്ചിരുന്നു എന്തെന്നാൽ ഇസ് നസരിയാക്കി വജാസെ മുൽക്ക് തക്സീം ഹോ ജായേഗ, ഈ ഒരു കാരണത്താൽ ഈ ഒരു കാഴ്ചപ്പാട് കാരണത്താൽ രാജ്യം വിഭജിക്കപ്പെടുമോ എന്നുള്ളത് അദ്ദേഹം ഊഹിച്ചിരുന്നു. അവർ ഉൻകാ ഹയാൽ സ്വഹി സാബിദ് ഹുവ, അദ്ദേഹത്തിൻ്റെ ആ ചിന്ത എന്തായി ശരിക്കും നടക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ വിഭജിച്ചു, പാകിസ്ഥാനായി, ബംഗ്ലാദേശായി, അങ്ങനെ വിഭജനങ്ങൾ നടന്നു. മൗലാന ആസാദ് ഹമേശ ഇത്യാഖുഫാക്ക് കേലിയെ കാം കർത്തേ രഹേ, ബഹുമാനപ്പെട്ടവർ എല്ലാ സമയത്തും ഐക്യത്തിനും അതേമാതിരി തന്നെ യോജിപ്പിനും വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിരുന്നു. ഇസി വജാസെ കാരണത്താൽ മഹാത്മാഗാന്ധി അവർ ജവഹർലാൽ നെഹ്റു ജയ്സെ ബഡേ രഹനുമാ, അവരെ പോലെയുള്ള വലിയ വലിയ വൈകാട്ടികൾ, വലിയ വലിയ നേതാക്കന്മാർ ബി അവരും മൗലാന ആസാദ് കാ ബേഹദ് ഇഹ്തിറാം കർത്തേ थे, അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു. മൗലാനയ്ക്ക് ജിന്ദഗി ഏക് മുഹിബ്ബെ വതൻ കി, മൗലാനയുടെ ജീവിതം ഏക് മുഹിബ്ബെ വതൻ കി, ഒരു രാജ്യസ്നേഹിയുടെ ഖരി പറഞ്ഞാൽ ശുദ്ധമായ അവർ സത്യമായ മിസാൽ ഹേ, ഉദാഹരണമാകുന്നു. അപ്പോൾ ഈ കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അർത്ഥം വെച്ച് നോക്കുക, കിട്ടാതെ തന്നെ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.